മഹീന്ദ്ര BE6-ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ, യെസ്, ബാറ്റ്മാൻ എഡിഷനാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളൊരു വാഹനം. സോ ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വോള്യൂം തന്നെയാണ്. 300 വാഹനം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വേർഷനിൽ അവൈലബിൾ ആയിരിക്കും. അത് മാത്രമേ ഈ വാഹനത്തിൻ്റെ പ്രൈസിങ് കൂടി ഞാൻ പറയാം. 27,79,000 ആണ് ഇതിൻ്റെ പ്രൈസിങ് വരുന്നത്. സോ ഈ വാഹനത്തിനകത്ത് വന്ന ഹൈലൈറ്റ് നമുക്ക് പെട്ടെന്ന് ചെക്ക് ചെയ്യാം. വെൽക്കം ടു ഓൾ തിങ്സ് ഓട്ടോ. സോ ബാറ്റ്മാൻ എഡിഷൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ വരുന്ന കളർ തന്നെയാണ്. സോ അതൊരു മാറ്റ് ബ്ലാക്ക് കളറാണ്. ഈ കളർ ഇതിന് മുമ്പ് BE6-ൽ വന്നിട്ടില്ല. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കില്ല, പക്ഷേ മാറ്റങ്ങളുണ്ട് ഈ ഭാഗത്തിൻ്റെ ടയർ സൈസും ബാക്കിയുള്ള കാര്യങ്ങളിൽ. സോ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് 20 ഇഞ്ചിൻ്റെ ടയർ സൈസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബാറ്റ്മാൻ തീമിലാണ് ഈ വാഹനം മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ബാറ്റ്മാൻ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ബാറ്റ്മാൻ്റെ കൂടെ തന്നെ കുറച്ചും കൂടി ഗോൾഡ് ഫ്ലേവർ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ, അപ്പോൾ ഈ സസ്പെൻഷനിലെ കുറച്ച് ഗോൾഡ് എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഗോൾഡൻ ബാറ്റ്മാൻ്റെ ഒരു ബാജിങ് ഉണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ ഫെൻഡറിന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് കുറച്ച് സ്റ്റിക്കർ വർക്ക് വന്നിട്ടുണ്ട്. അതും ബാറ്റ്മാൻ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു വണ്ടിനകത്തുള്ള ബേസിക് മാറ്റം. ഈ വണ്ടിയുടെ മെക്കാനിക്കൽ ബിറ്റ്സ്, ഡൈമെൻഷൻ, ഷേപ്പ് എവിടെയും ഒരു മാറ്റമില്ല. പിന്നെ റിയറിൽ 2 മാറ്റങ്ങളാണുള്ളത്. ഫസ്റ്റ് മാറ്റം ഇതിൻ്റെ ബാജിങ്ങിൽ. സോ ഇപ്പോൾ ഇവിടെ ബാറ്റ്മാൻ BE6-ൻ്റെ അതൊരു ഗോൾഡ് തീമിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ റിയറിൽ ഒരു ശബ്ദമുണ്ട്. അത് ആക്ച്വലി ബാറ്റ്മാൻ തീമിൽ ഡിസൈൻ ചെയ്ത ശബ്ദമാണ്. അപ്പോൾ ആക്ച്വലി കേൾക്കുന്നതിന് എനിക്ക് ഉറപ്പില്ല. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്തും നമുക്ക് ബാറ്റ്മാൻ്റെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്റ്റീരിയറിൽ വന്ന മാറ്റം. ഇൻറ്റീരിയേഴ്സിൽ ഇതുപോലെ തന്നെ ഗോൾഡ് തീമുണ്ട്, അതുപോലെ സീരിയൽ നമ്പർ ഉണ്ട്. ഞാൻ പറഞ്ഞു ഈ വാഹനം മൊത്തത്തിൽ 300 യൂണിറ്റേ ഉള്ളൂ. സോ ആ ഒരു 300 യൂണിറ്റിൽ ഏത് യൂണിറ്റാണ് ഈ ഒരു വാഹനം എന്നുള്ളത് അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞു ബാറ്റ്മാൻ സീരീസ് ആയപ്പോൾ ഇതിനകത്ത് ഗോൾഡ് തീമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല അതിനകത്ത് ഫാബ്രിക്സിലും അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. സോ സ്റ്റാർട്ടിങ് ഫ്രം ഡോർ പാഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ കുറച്ചും കൂടി സോഫ്റ്റൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ആ ഒരു ഗോൾഡൻ തീം സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഗോൾഡൻ തീം ആ ഒരു സ്റ്റിയറിംഗ് റാപ്പ് ചെയ്തിട്ട് ഇതുവരെ വന്നിട്ടുണ്ട്. അതുമാത്രമല്ല ഞാൻ പറഞ്ഞു 300 വാഹനങ്ങളുള്ളൂ. സോ ഈ ഒരു വാഹനം ഫസ്റ്റ് വാഹനമാണ്. സോ ഇവിടെ ബാറ്റ്മാൻ എഡിഷൻ 001 കണ്ടിട്ടുണ്ട്. ഇതുപോലെയായിരുന്നു ഥാറിൻ്റെ അകത്ത് അവർ ബാജിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കീ സ്ലോട്ടിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വലിയ മാറ്റങ്ങൾ എടുത്ത് പറയാനുള്ളത്. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ സ്റ്റിയറിംഗിൻ്റെ ഈ ഒരു ഭാഗം ഗോൾഡൻ ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ബാറ്റ്മാൻ്റെ ബാജിങ് ഉണ്ട്. സീറ്റിൻ്റെ അകത്ത് ഈ ഒരു എലമെൻസിലെ മാറ്റമുണ്ട്. അതുപോലെ ഇവിടെ ബാറ്റ്മാൻ BE6-ൻ്റെ ബാജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വാഹനത്തിന് പ്രീമിയം ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ഈ വാഹനത്തിൻ്റെ സൺ റൂഫിലും ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെയും ആ ഒരു ബാറ്റ്മാൻ തീം കൊടുത്തിട്ടുണ്ട്. റിയർ സീറ്റ്സിൻ്റെ അകത്തും ഈ ഫ്രണ്ട് സീറ്റ്സ് പോലെ BE6 ബാറ്റ്മാൻ എഡിഷൻ ആക്കാൻ വേണ്ടി 2 ബാജിങ് കൊടുത്തിട്ടുണ്ട്. സോ BE6-ൻ്റെ ഈ ഒരു ബാറ്റ്മാൻ എഡിഷനിൽ മഹീന്ദ്ര ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ഒരു ഹൈപ്പ് അതുപോലെ നിലനിർത്താനാണ്. ഞാൻ പറഞ്ഞു പ്രൈസിങ്ങിൽ അധികം മാറ്റമല്ല. 27,79,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോ കുറച്ചും കൂടി അഫോർഡബിൾ ആണ്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു ബ്ലാക്ക് തീം ഇഷ്ടമാണ്, അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് കളറിലൊരു BE6 വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാം.